ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ആരോഗ്യം അത്ര നല്ലതല്ല. നമ്മൾ പുതിയൊരു അതിഥിയെ കൂടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8-9 മാസത്തോളം ആകുന്നു. അതിൻ്റെ ഒരു സന്തോഷം കൂടെയാണ് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പം ഞാൻ കാണിച്ച കൃഷ്ണ വിഗ്രഹം, ഭഗവാന്റെ വിഗ്രഹം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അത് രണ്ടെണ്ണം ഏകദേശം ഒരാളാ വലിയ വിഗ്രഹം ഏകദേശം ഒരു 2018 എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അതുപോലെ ചെറിയ വിഗ്രഹം 2012. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് ഒരുപാട് കുറച്ച് പൊളിഞ്ഞു പോവുകയും പെയിൻറ്റ് പോവുകയൊക്കെ ചെയ്തു. ഇപ്പം റെസ്റ്റിലാണ് ഞാൻ. പെയിൻറ്റിങ് ഒക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മേക്ക് ഓവർ ചെയ്താലോ എന്ന് കരുതി. വിഷുവിന് സാധാരണ ഞാൻ ഈ വെള്ളക്കണ്ണനെയാണ് വെക്കാറ്. അങ്ങനെ ഒരു മേക്ക് ഓവർ കൊടുത്ത് നോക്കിയതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ യൂസ് ചെയ്തത് ഒരു ലെമൺ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ബേസ്. രണ്ടുപേർക്കും സെയിം കളർ തന്നെയാണ് കൊടുത്തത്. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. പെർഫെക്റ്റ് ഒന്നും അല്ല. നമ്മൾ പ്രതിമകളിൽ ഇതുപോലെ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് അക്രിലിക് ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ചൊരു ഗ്ലിറ്റർ ഷൈനിങ്ങോട് കൂടിയ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഡൾ ലുക്കിൽ നിന്നും കുറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് ഞാൻ വിളക്കിൻ്റെ ഇവിടെ വെച്ചിട്ടുള്ള വീഡിയോ കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം. വിഷുവിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ ചെയ്തു എന്ന് മാത്രം. കാരണം ഇപ്പം ഇഷ്ടംപോലെ സമയമുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ളൊരു മൂഡില്ല. അങ്ങനെ ഇരുന്നപ്പം തോന്നിയതാണ് ഇവരെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. ഇതാണ് ഫൈനൽ ലുക്ക്. എന്തുകൊണ്ട് രണ്ടുപേർക്കും ഒരേപോലെ പെയിൻറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എനിക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. രണ്ടുപേരും പെയറായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത്തവണത്തെ വിഷുവിന് രണ്ടുപേർക്കും കുറച്ച് പുതിയ ലുക്ക് ആവട്ടെ എന്ന് തോന്നി.